ഇത്തിരി അടിപൊളി പ്രോബ്ലം ആണ്. നല്ല സിംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒത്തിരി വലിയതൊന്നും അല്ല, എന്നാലും കുട്ടി സിംപ്ലിഫിക്കേഷൻ ആയാലും അടിപൊളിയാണ്. ഓക്കെ, ഇൻ എ GP m plus nth term is p, m minus nth term is q, then what is mth term? ഒരു GPയുടെ m plus nth ടേം തന്നിട്ടുണ്ട്, m minus nth ടേം തന്നിട്ടുണ്ട്, പിയും ക്യൂ. അങ്ങനെയാണെങ്കിൽ അതിന്റെ mth ടേം എത്രയാണെന്നാണ് ഇവിടെ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മൾ പക്ഷെ ഇതെല്ലാം വേരിയബിളും ഒക്കെ ആയതുകൊണ്ട് ഇച്ചിരി സ്പീഡ് പറയും. നമുക്ക് ഇപ്പൊ 7th ടൈം ഈസ് നമുക്ക് എളുപ്പമാ, 4th ടൈം ഈസ് എളുപ്പമാ, പക്ഷെ m plus nth ടൈം ഈസ് ഇത്തിരി ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്കറിയാം AR raised to n minus 1 ഇതാ നമ്മുടെ nth ടൈമിന്റെ ഫോർമുല അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് m plus nth ടൈം എന്ന് പറഞ്ഞാൽ am plus n ഈസ് ഈക്വൽ ടു p എന്നാണ് ആണല്ലോ. അതുപോലെ m minus nth ടൈം ഈസ് q എന്ന് പറയുമ്പോൾ am minus n ഈസ് ഈക്വൽ ടു q. അപ്പൊ am plus n ഈക്വൽ p എന്ന് പറഞ്ഞാൽ AR raised to m plus n minus 1 ഈക്വൽ ടു p. കണ്ടോ, nth ടൈം ആയപ്പോൾ AR raised to this minus 1. അപ്പൊ ഇവിടെ am plus n ആകുമ്പോൾ AR raised to this minus 1 അതാണ് കേട്ടോ. That is a into r raised to m plus n minus 1 equal to p. അടുത്ത മറ്റൊരാളോട് തന്നിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? m minus nth ടൈം ഈസ് q, m minus nth ടൈം ഈസ് ഈക്വൽ എത്രയാണ്? q. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല എന്ത് വരും? AR raised to m minus 1 minus 1 equal to q. ഓക്കെ ആണല്ലോ. ഇതാ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കേട്ടല്ലോ. അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ ഇത്, ഇതിന്റെ ഇക്വേഷൻ ഇത് ഉണ്ടല്ലോ. ഇത് m plus nth ടൈമിന്റേത്, ഇത് m minus nth ടൈമിന്റെ ഫോർമുലയാണ്. ഇത് രണ്ടും നമ്മൾ അങ്ങോട്ട് ഇൻഡ്യൂ ചെയ്യണം. രണ്ട് ഇക്വേഷൻസ് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു, റൈറ്റ് തമ്മിൽ ഇൻഡ്യൂ ചെയ്യുന്നു. a into a becomes a square. r raised to m plus n minus 1 into r raised to m minus n minus 1 രണ്ടും r raised to. അപ്പം ഒരു തവണ r raised to യുടെ പവർ തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ m plus n minus 1 plus m minus n minus 1 okay is equal to p into q. Answer pq. ഓക്കെ ആണല്ലോ. ഇവിടെ എന്തോ നോക്കിക്കേ, ഒന്ന് സിംപ്ലിഫിക്കേഷൻ നടത്തുമ്പോൾ that is a square into r raised to. ഇവിടെ ആരെങ്കിലും ഒക്കെ ക്യാൻസൽ ആവും നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് n മൈനസ് n ക്യാൻസൽ. ബാക്കി ഇവിടെ ഒരു m plus m ഉണ്ട്. ആരാമനെ 2m. ഓക്കെ, -1 -1 -2 ഈക്വൽ ടു ആരെന്നായി? pq. ഇത്രയൊക്കെ കിട്ടി. ഇനി ഇവിടെ നോക്കിക്കേ, സിംപ്ലിഫിക്കേഷൻ ശ്രദ്ധിച്ചിരിക്കണം നല്ല പോലെ. that is a square into r raised to 2m minus 2, 2m minus 2 രണ്ടിടത്തും 2 ഉണ്ട്, therefore 2 taken as common in power. That is r raised to 2 into m minus 1 is equal to pq. രണ്ടത് 2m minus 2, 2 taken as common, 2 into m minus 1. ഇപ്പൊ നോക്കിക്കേ, r square r raised to 2 into m minus 1 അല്ലേ. that is r square into ഈ r raised to 2 into m minus 1, r raised to 2 into m minus 1 നെ r raised to m minus 1 the whole square എന്നൊക്കെ എഴുതാം കേട്ടോ. അതിന്റെ റിസൾട്ട് ഏതാന്ന് കേട്ടോ, a raised to mn. ഇങ്ങനെയുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, a raised to m whole raised to n. ഈ രണ്ടുപേരെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് താഴെ പിന്നെ പവറുകളായിട്ട് എഴുതാം കേട്ടോ. അപ്പൊ r raised to ഇതേ ഇൻറ്റു ഇതിനെ നമുക്ക് r raised to this power raised to this power എന്ന് എഴുതുന്നുണ്ട്, ഒരു കുഴപ്പമില്ല കേട്ടോ. രണ്ട് ചെയ്യാം. എന്തിനാ ഇങ്ങനെയൊക്കെ എഴുതുന്നത്? ഇവിടെ ഇപ്പൊ കണ്ടോ, a സ്ക്വയർ, ഇവിടെ r raised to m minus 1 ഹോൾ സ്ക്വയർ. അപ്പൊ രണ്ടിനും സ്ക്വയർ അല്ലയോ, എക്കും സ്ക്വയർ ഇതിനും സ്ക്വയർ. അപ്പൊ രണ്ടിനോട് വെച്ചത് ഹോൾ സ്ക്വയർ എഴുതുമ്പോൾ a into r raised to m minus 1 the ഹോൾ സ്ക്വയർ ഈക്വൽ എത്ര എഴുതാമനെ? pq. ശരിയല്ലയോ? a into r raised to m minus 1 the ഹോൾ സ്ക്വയർ. ഈ സ്ക്വയറുകൾ കോമൺ എടുത്തേ ഉള്ളൂ, ഹോൾ സ്ക്വയറുകൾ കോമൺ വന്നു. ഈ ബ്രാക്കറ്റ് കിടക്കുന്നതിന് വായിച്ചാൽ എന്തോ ഇപ്പൊ രസമായല്ലോ. AR raised to m minus 1, AR raised to n minus 1 nth ടേമാ, ശരിയല്ലയോ? അങ്ങനെ AR raised to m minus 1 എന്തായിരിക്കും? mth ടേം. that is mth ടേം or am the whole square is equal to pq എന്ന് എഴുതാമല്ലോ. am means mth ടേം, am the whole square ആണ് pq. അങ്ങനെയാണെങ്കിൽ am means mth ടേം. mth ടേം ആരാന്ന് ചോദിക്കുമ്പോൾ അതിന്റെ എന്തെടുക്കണം മോനെ? റൂട്ട് എടുക്കണം. that is root of pq. ശരിയല്ലയോ? ഇപ്പൊ x square equal to 25, then x equal to root of 25. അതേപോലെ am the whole square is pq, then am is equal to root of pq. That's all. Okay, അപ്പൊ നമുക്കിവിടെ ആൻസർ ഇതാണ്. നല്ല ക്വസ്റ്റ്യൻ ആണ്, നല്ല ഫാസ്റ്റ് ആയിരിക്കണം, അടിപൊളിയായിരിക്കണം.